ഇടതുപക്ഷം സ്വപ്നം കാണുന്നത് എല്ലാവർക്കും തുല്യതയുള്ള അനീതിയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ്. വലതുപക്ഷം വിശ്വസിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവൻ്റെ കഠിനാധ്വാനവും പരമ്പരാഗതമായ മൂല്യങ്ങളുമാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരു പാർലമെൻറ്റിൽ ജനങ്ങളിരിക്കുന്നത് രണ്ട് വശങ്ങളിലാണ്. രാജാവിൻ്റെ പരമ്പരാഗതമായ ഭരണത്തെ പഴയ മൂല്യങ്ങളെ പിന്തുണയ്ക്കുന്നവർ വലതുവശത്ത്, മാറ്റത്തിനായി തുല്യതക്കായി പുതിയ ലോകത്തിനായി വാദിക്കുന്നവർ ഇടതുവശത്ത്. ഇവിടെ നിന്നാണ് ഇടതുപക്ഷം വലതുപക്ഷം എന്നീ വാക്കുകൾ ഉണ്ടാവുന്നത്. ഒരു വശത്ത് സോവിയറ്റ് യൂണിയനും ചൈനയും ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി, മറുവശത്ത് അമേരിക്കയും പശ്ചിമ യൂറോപ്പും വലതുപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങൾ. വലതുപക്ഷം വിശ്വസിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരു സമൂഹത്തിൻ്റെ കാതൽ എന്നാണ്. വിപണി, സമ്പദ് വ്യവസ്ഥ, മത്സരം, കഠിനാധ്വാനം ഇവയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന്. ഇടതുപക്ഷം തുല്യതയും സാമൂഹ്യനീതിയും ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വലതുപക്ഷം വ്യക്തി സ്വാതന്ത്ര്യവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പറയുന്നു. പച്ചപ്പ് നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം, മലനിരകൾക്കിടയിൽ ഒരു പഴയ ചായക്കട, മരത്തിൻ്റെ തണലിൽ അവിടെ രണ്ടുപേർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുകയാണ്. ഒരാൾ കർഷകൻ. അദ്ദേഹം പറയുന്നു, ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും തുല്യമായി ഭക്ഷണം ലഭിക്കണം, ആരും പട്ടിണി കിടക്കരുത്. മറ്റേത് ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം മറുപടി പറയുന്നു, എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം എനിക്ക് തന്നെ വേണം, മറ്റുള്ളവരുടെ പട്ടിണിക്ക് പരിഹാരം അവർ തന്നെ കണ്ടെത്തണം. ഈ തർക്കം, ഈ രണ്ട് ശബ്ദങ്ങൾ നിങ്ങൾക്ക് പരിചിതമായ ഒന്നായിരിക്കും. ഇതാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇടതുപക്ഷവും വലതുപക്ഷവും എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? രാഷ്ട്രീയ പാർട്ടികളോ, അതോ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളോ, അതോ വേറെ മറ്റെന്തെങ്കിലും ചോദ്യങ്ങളോ? എന്താണ് ഈ രണ്ട് ആശയങ്ങൾ? എന്തുകൊണ്ടാണ് ലോകം ഇന്നും ഈ രണ്ട് ചിന്താഗതികൾക്കിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്? ഇടതുപക്ഷവും വലതുപക്ഷവും വെറും രാഷ്ട്രീയ ലേബലുകൾ മാത്രമല്ല, അവ ഒരു ലോകത്തെ കാണുന്ന രണ്ട് വഴികളാണ്. ഇടതുപക്ഷം സ്വപ്നം കാണുന്നത് എല്ലാവർക്കും തുല്യതയുള്ള അനീതിയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ്. വലതുപക്ഷം വിശ്വസിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യവും അവൻ്റെ കഠിനാധ്വാനവും പരമ്പരാഗതമായ മൂല്യങ്ങളുമാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. ഈ രണ്ട് വഴികളും ശരിയോ തെറ്റോ, അതോ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു സന്തുലനമുണ്ടോ? ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരമുണ്ടാകും, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നല്ല ചോദ്യങ്ങൾ. 1789 ഫ്രാൻസ്. ഒരു വശത്ത് രാജാവിൻ്റെ കൊട്ടാരം, സ്വർണത്തിൻ്റെ തിളക്കം, ആഡംബര ഭക്ഷണം, രാജകീയ ജീവിതം. മറുവശത്ത് തെരുവുകൾ, പട്ടിണി, ദാരിദ്ര്യം, അനീതി. ജനങ്ങൾ ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ വിളിച്ചു പോകുന്നു, സ്വാതന്ത്ര്യം, തുല്യത, സാഹോദര്യം. ഈ വിപ്ലവത്തിൻ്റെ തീപ്പൊരി ഒരു പുതിയ ലോകത്തിൻ്റെ തുടക്കമായിരുന്നു. ഇവിടെ ഒരു പാർലമെൻറ്റിൽ ജനങ്ങളിരിക്കുന്നത് രണ്ട് വശങ്ങളിലാണ്. രാജാവിൻ്റെ പരമ്പരാഗതമായ ഭരണത്തെ പഴയ മൂല്യങ്ങളെ പിന്തുണയ്ക്കുന്നവർ വലതുവശത്ത്, മാറ്റത്തിനായി തുല്യതക്കായി പുതിയ ലോകത്തിനായി വാദിക്കുന്നവർ ഇടതുവശത്ത്. ഇവിടെ നിന്നാണ് ഇടതുപക്ഷം വലതുപക്ഷം എന്നീ വാക്കുകൾ ഉണ്ടാവുന്നത്. ഈ രണ്ട് വശങ്ങൾ ഒരു രാഷ്ട്രീയ ലേബൽ മാത്രമായിരുന്നില്ല, ഇവയൊരു ലോകത്തെ കാണുന്ന രണ്ട് വഴികളായിരുന്നു. ഇടതുപക്ഷം വിശ്വസിച്ചത് സമൂഹത്തിൻ്റെ ഘടന മാറണമെന്നാണ്, ധനിക ദരിദ്ര വ്യത്യാസമില്ലാതാകണം. പക്ഷേ വലതുപക്ഷം പറഞ്ഞു, പരമ്പരാഗത മൂല്യങ്ങൾ, ക്രമം, സ്ഥിരത ഇവയാണ് ഒരു സമൂഹത്തിൻ്റെ നട്ടെല്ല് എന്ന്. ഈ രണ്ട് ശബ്ദങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തെരുവുകളിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ മൂലകളിലേക്കും പടർന്നു. നൂറ്റാണ്ടുകൾ കടന്നുപോയി. 19-ാം നൂറ്റാണ്ട്. യൂറോപ്പ് മാറുകയാണ്. ഫാക്ടറികൾ ഉയരുന്നു, തൊഴിലാളികൾ രാവും പകലും അധ്വാനിക്കുന്നു. പക്ഷേ അവർക്ക് എന്താണ് ലഭിക്കുന്നത്? തുച്ഛമായ കൂലി, ദയനീയമായ ജീവിതം. ഈ അനീതിയെ ചോദ്യം ചെയ്ത ഒരു മനുഷ്യൻ ഉയർന്നു വന്നു, കാൾ മാർക്സ്. തൊഴിലാളികൾ ഒന്നിക്കൂ എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം തൊഴിലാളികളെ ആവേശഭരിതരാക്കി. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നിനക്ക് തന്നെ ലഭിക്കണം. 1848 മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതി. ഈ പുസ്തകം ഇടതുപക്ഷത്തിൻ്റെ ആത്മാവായി. സോഷ്യലിസം, കമ്മ്യൂണിസം ഈ ആശയങ്ങൾ ലോകത്തെ പിടിച്ചു കുലുക്കി. 1917 റഷ്യൻ വിപ്ലവം, ചൈനയിലെ മാവോയുടെ ഉയർച്ച, കോടിക്കണക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ സ്വപ്നം കൂടി ജനിച്ചു, തുല്യതയുടെ ലോകം. പക്ഷേ ഇടതുപക്ഷം എല്ലാവർക്കും ഒരു ഉത്തരമായിരുന്നില്ല. മാർക്സിൻ്റെ ആശയങ്ങൾ ശക്തമായിരുന്നു, പക്ഷേ വെല്ലുവിളികളും ഉണ്ടായിരുന്നു. ഒരു വശത്ത് തൊഴിലാളികൾക്ക് അവകാശങ്ങൾ ലഭിച്ചു, ദാരിദ്ര്യം കുറഞ്ഞു. മറുവശത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ സർക്കാർ അമിതമായി നിയന്ത്രിക്കപ്പെട്ടു, വ്യക്തിസ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെട്ടു. ഈ വിമർശനങ്ങളിൽ നിന്നാണ് വലതുപക്ഷം ശക്തി പ്രാപിച്ചത്. ഒരു സ്കോട്ടിഷ് തത്വശാസ്ത്രജ്ഞൻ ആഡം സ്മിത്ത് ഒരു പുതിയ ചിന്ത വിതച്ചു. 1776 അവൻ എഴുതി വെൽത്ത് ഓഫ് നാഷൻ. അവൻ്റെ വാക്കുകൾ വളരെ ലളിതമായിരുന്നു. വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ താക്കോൽ. വിപണി, മത്സരം, കഠിനാധ്വാനം ഇവയാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഈ ആശയം വലതുപക്ഷത്തിൻ്റെ തത്വശാസ്ത്രമായി. യൂറോപ്പിലും അമേരിക്കയിലും ഈ ചിന്തകൾ ലിബറലിസത്തിൻ്റെ മുഖമായി. പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ കൺസർവേറ്റിസം എന്ന പേര് കൂടി കടന്നു വന്നു. പരമ്പരാഗതമായ മൂല്യങ്ങൾ, കുടുംബം, മതം, ദേശീയത എന്നിവയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലതുപക്ഷ ആശയം. 19-20 നൂറ്റാണ്ടുകളിൽ വലതുപക്ഷം അമേരിക്കയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി. കമ്പനികൾ വളർന്നു, നവീകരണം പൂത്തളഞ്ഞു. പക്ഷേ ഇതിനൊരു മറുവശവും ഉണ്ടായിരുന്നു. ധനിക ദരിദ്ര വിടവ് വർദ്ധിച്ചു, തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. 1929 സാമ്പത്തിക മാന്ദ്യം വലതുപക്ഷത്തിൻ്റെ വിപണി സ്വാതന്ത്ര്യത്തിൻ്റെ ആശയത്തിന് വലിയൊരു വെല്ലുവിളിയായി. 20-ാം നൂറ്റാണ്ടിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ലോകത്തെ രണ്ടായി വിഭജിച്ചു. ഒരു വശത്ത് സോവിയറ്റ് യൂണിയനും ചൈനയും ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി, മറുവശത്ത് അമേരിക്കയും പശ്ചിമ യൂറോപ്പും വലതുപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങൾ. ശീതയുദ്ധം വെറും രാഷ്ട്രീയ യുദ്ധമായിരുന്നില്ല, അത് ആശയങ്ങളുടെ യുദ്ധമായിരുന്നു. തുല്യതയോ സ്വാതന്ത്ര്യമോ, സർക്കാർ നിയന്ത്രണമോ, വിപണി സ്വാതന്ത്ര്യമോ? 1989 ബെർലിൻ മതിൽ തകർന്നു, സോവിയറ്റ് യൂണിയൻ ശിഥിലമായി.
വലതുപക്ഷം, പ്രത്യേകിച്ച് വിപണി സമ്പദ് വ്യവസ്ഥ ഒരു വിജയിയായി തോന്നി. പക്ഷേ ഇടതുപക്ഷം അവസാനിച്ചില്ല. അത് ഒരു പുതിയ രൂപത്തിൽ സാമൂഹിക നീതി, പരിസ്ഥിതി, തുല്യാവകാശങ്ങൾ എന്നിങ്ങനെ വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. ആലോചിച്ച് നോക്കൂ, 34 വയസ്സുള്ള രാജു എന്ന ഫാക്ടറി തൊഴിലാളി. രാവിലെ 6 മുതൽ രാത്രി 6 വരെ യന്ത്രങ്ങളുടെ ശബ്ദത്തിനിടയിൽ അവൻ അധ്വാനിക്കുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ വരുന്നത് തുച്ഛമായ കൂലിയാണ്. അവൻ്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നില്ല. ഒരു ദിവസം രാജു ഒരു യൂണിയൻ മീറ്റിംഗിൽ ചേരുന്നു. അവിടെ ഒരാൾ പറയുന്നു, നിന്റെ അധ്വാനത്തിന് നിനക്ക് അവകാശമുണ്ട്, എല്ലാവർക്കും തുല്യമായ ജീവിതം ലഭിക്കണം. സത്യത്തിൽ ഈ ശബ്ദമാണ് ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം. ഇടതുപക്ഷം വിശ്വസിക്കുന്നത് ഒരു സമൂഹം എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകണമെന്നാണ്. ധനിക ദരിദ്ര വിടവ് കുറക്കണം, സർക്കാർ ഇടപെടണം, സൗജന്യ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിലാളികൾക്ക് അവകാശങ്ങൾ എന്നിവ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളാണ്. മാർക്സിൻ്റെ കാലം മുതൽ തുല്യതയെക്കുറിച്ചുള്ള സ്വപ്നമാണ് ഇതിനുള്ളത്. ഉദാഹരണത്തിന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് നയങ്ങൾ സൗജന്യ ആശുപത്രികൾ നൽകുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഒന്നാമതായി ദാരിദ്ര്യം കുറയ്ക്കുന്നു. ഈ പറഞ്ഞ രാജുവിനെ പോലുള്ളവർക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുന്നു. സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുന്നു. പക്ഷേ ഇതിൻ്റെ മറുവശമുണ്ട്. അമിതമായ സർക്കാരിൻ്റെ ഇടപെടൽ, ഉയർന്ന നികുതി, ചിലപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾ. ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയനിൽ സർക്കാർ എല്ലാം നിയന്ത്രിച്ചപ്പോൾ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനോ സംരംഭങ്ങൾ തുടങ്ങാനോ കഴിഞ്ഞില്ല. ഇടതുപക്ഷം തുല്യത വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അത് എല്ലായ്പ്പോഴും എല്ലായിടത്തും കൃത്യമായി പ്രവർത്തിക്കണമെന്നില്ല. ഇനി 30 വയസ്സുള്ള ലക്ഷ്മിയുടെ കഥ കേൾക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ കട തുടങ്ങി. രാവും പകലും അവൾ അധ്വാനിച്ചു. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവളുടെ കട ഒരു വലിയ കമ്പനിയായി. ലക്ഷ്മി പറയുന്നു, എൻ്റെ വിജയം എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ മാത്രം ഫലമാണ്. ആരും എൻ്റെ പണം എടുക്കരുത്. ഈ ശബ്ദത്തെ വലതുപക്ഷത്തിൻ്റെ ശബ്ദമായി നമുക്ക് കണക്കാക്കാം. വലതുപക്ഷം വിശ്വസിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരു സമൂഹത്തിൻ്റെ കാതൽ എന്നാണ്. വിപണി, സമ്പദ് വ്യവസ്ഥ, മത്സരം, കഠിനാധ്വാനം ഇവയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന്. സർക്കാർ ഇടപെടൽ കുറയ്ക്കണം, നികുതി കുറയ്ക്കണം, വ്യക്തിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകണം. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഓഫ് നാഷൻ മുതൽ വലതുപക്ഷം ഈ ആശയങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഉദാഹരണത്തിന് അമേരിക്കയിൽ കുറഞ്ഞ നികുതിയും സ്വകാര്യ വ്യവസായങ്ങളും ആപ്പിൾ, ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ സൃഷ്ടിച്ചു. പക്ഷേ വലതുപക്ഷം പലപ്പോഴും ഈ രീതിയിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. മതങ്ങളെയും വംശീയങ്ങളെയും അടിസ്ഥാനമാക്കി തീവ്ര വലതുപക്ഷ ആശയങ്ങൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ഇല്ലാതാക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. വലതുപക്ഷ ആശയങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വർഗീയ വിഭജനത്തിൻ്റെ രാഷ്ട്രീയവും പയറ്റുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ മതത്തിൻ്റെ, ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ, മനുഷ്യാവകാശങ്ങളുടെ ലംഘനം തുടങ്ങി പാവപ്പെട്ടവൻ്റെ കഴുത്ത് ഞെരിക്കുന്ന അവസ്ഥാവിശേഷവും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. വലതുപക്ഷത്തിൻ്റെ ഗുണങ്ങൾ എന്താണ്? ഒന്നാമതായി നവീകരണം. ലക്ഷ്മിയെ പോലുള്ളവർ സ്വപ്നം കാണാനും വിജയിക്കുവാനും അവസരം ലഭിക്കുന്നു. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു. വ്യക്തിഗത ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഇതിൻ്റെ മറുവശവുമുണ്ട്. അസമത്വം വർദ്ധിക്കുന്നു. എല്ലാവർക്കും ലക്ഷ്മിയുടെ അവസരങ്ങൾ ലഭിക്കണമെന്നില്ല. 1929 സാമ്പത്തിക മാധ്യമം കാണിച്ചു, വിപണി സ്വാതന്ത്ര്യം എല്ലായ്പ്പോഴും സുസ്ഥിരമല്ല എന്ന്. വലതുപക്ഷം സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭിക്കുന്നുമില്ല. പലപ്പോഴും പലരെയും അത് പിന്നിൽ അവശേഷിപ്പിക്കുന്നു. ലോകത്തേക്ക് നോക്കൂ. US ഡെമോക്രാറ്റുകൾ ഇടതുപക്ഷത്തിൻ്റെ മുഖമാണ്. അവർ വാദിക്കുന്നു സൗജന്യ ഹെൽത്ത് കെയർ, കുടിയേറ്റക്കാർക്ക് അവകാശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവ. റിപ്പബ്ലിക്കന്മാർ വലതുപക്ഷത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് കണക്കാക്കുന്നത്. കുറഞ്ഞ നികുതി, വിപണി സ്വാതന്ത്ര്യം, പരമ്പരാഗത മൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കുന്നു. ഈ രണ്ട് ശക്തികളും US-ൻ്റെ രാഷ്ട്രീയത്തെ നയിക്കുന്നു. പക്ഷേ ഇതിൽ തന്നെ വിപരീതമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. യൂറോപ്പിൽ സോഷ്യലിസ്റ്റുകൾ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമാണ്. അവർ പരിസ്ഥിതി സംരക്ഷണം, തുല്യവേതനം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്കായി പോരാടുന്നു. കൺസർവേറ്റീവുകൾ ദേശീയത, സാമ്പത്തിക സ്വാതന്ത്ര്യം, പരമ്പരാഗത മൂല്യങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്നു. ഉദാഹരണത്തിന് പാരീസ് കരാറിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം കാലാവസ്ഥാ നയങ്ങൾ ശക്തിപ്പെടുത്തുന്നു. വലതുപക്ഷം സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ലോകത്തെ വിവിധ വിഷയങ്ങളെ നയിക്കുന്നു. പരിസ്ഥിതി, വിദ്യാഭ്യാസം, സാമ്പത്തിക നയങ്ങൾ ഓരോന്നിലും ഇവ രണ്ടും വ്യത്യസ്തമായ വഴികൾ വാഗ്ദാനം ചെയ്യുന്നു. ഇടതുപക്ഷം തുല്യതയും സാമൂഹ്യ നീതിയും ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വലതുപക്ഷം വ്യക്തി സ്വാതന്ത്ര്യവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? തുല്യത പ്രധാനമാണോ അതോ സ്വാതന്ത്ര്യമോ? ഒരു രാജ്യം ഈ രണ്ടും എങ്ങനെ സന്തുലനം ചെയ്യും? ഇടതുപക്ഷം തുല്യത വാഗ്ദാനം ചെയ്യുന്നു, വലതുപക്ഷം സ്വാതന്ത്ര്യം നൽകുന്നു. പക്ഷേ ഇത് അസമത്വത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടോ? ഒരു ലോകം ഇങ്ങനെ ഈ രണ്ട് വഴികളും ഒരുമിച്ച് കൊണ്ടുപോകും? ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടോ? നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ചിന്തകൾ ഇവിടെ തുടങ്ങുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു ലോകത്തെ കാണുന്ന രണ്ട് വഴികളാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തെരുവുകളിൽ നിന്ന്, മാർക്സിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന്, ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് ഈ രണ്ട് ശബ്ദങ്ങളും ലോകത്തെ മാറ്റിമറിച്ചു. ഈ കഥകൾ നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വായിക്കുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, വെൽത്ത് ഓഫ് നാഷൻ പോലുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം പോലുള്ള ആധുനിക കൃതികൾ പരിശോധിക്കുക. നിങ്ങളുടെ ചിന്തകൾ കമൻറ്റിൽ പങ്കുവെക്കാവുന്നതാണ്. നിങ്ങളുടെ വഴി ഏതാണ്? തുല്യതയോ അതോ സ്വാതന്ത്ര്യമോ അതോ ഇവ രണ്ടിൻ്റെയും സന്തുലനമോ? മറ്റൊരു വീഡിയോ നമുക്ക് കിട്ടണം.